എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ഓണത്തിന് വിഷ് ചെയ്തില്ല. അതിന് സോറി. എന്താ വെച്ചാൽ ശരിക്കും പക്കായിട്ടെല്ലാം ഷെഡ്യൂൾ ചെയ്താണ് പോകുന്നത്. അപ്പം ഓണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ദിവസമോ ഏത് വീഡിയോ വരുന്നതെന്ന് നോക്കി എനിക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞിരിക്കാമായിരുന്നു. വിട്ടുപോയി. എന്തായിരുന്നാലും എല്ലാവർക്കും ഓണം നല്ല സന്തോഷകരമായിട്ട് ഇരുന്നിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വേറൊരു കാര്യം ഞാൻ ആലോചിച്ചു. ഞാൻ ഒരുവിധം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒക്ടോബർ വരെ ഉള്ള ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ വീഡിയോസ് എടുത്ത് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മറന്നു എന്ന് വിചാരിച്ചപ്പം എനിക്ക് നിങ്ങളുടെ പുറത്ത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഈ ഓണത്തിനും ഓണം സെലിബ്രേഷനിലൊന്നും വലിയ താല്പര്യമില്ല. വന്ന് കൊച്ചിലെയൊക്കെ വലിയ ഇതായിരുന്നു. 2 പായസം 3 പായസമൊക്കെ വയ്ക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പോൾ അതിനോടുള്ള താല്പര്യങ്ങളൊക്കെ എനിക്ക് കുറഞ്ഞു വരുന്നു. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഇന്ന് ഓണം ഇപ്പോൾ പണ്ടേ എനിക്കിപ്പോൾ ഈ ഓണത്തിന് പുതിയ ഡ്രസ്സ് ഇടണം, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്ന് പുതിയ ഡ്രസ്സ് ഇടുന്നു അന്നാണ് എനിക്ക് ഓണം എന്നാണ് എൻ്റെ മനസ്സിലൊരു വെപ്പ്. അപ്പം ഇപ്പം വരെ തീരെ അതിലൊന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഓണത്തിൻ്റെ അന്ന് വരുന്ന വീഡിയോയിൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പറയാത്തത് മറന്നുപോയി. ക്ഷമിക്കണം. ഓക്കെ. അപ്പം ഇപ്പം പോസ്റ്റ് ഓണം പീരീഡാണ്. ഓണമെല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്പിരിച്വാലിറ്റിയിലോട്ട് വരാം. എന്താ വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇതാണ് നമുക്ക് വേണ്ടിയത്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഇത് നമ്മുടെ 130ാമത്തെ വീഡിയോ ആണ്. അതിൽ 27ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ 27ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്തുവാണ് അദ്ദേഹം തന്നിരിക്കുന്നത്? സ്വാമി മുക്താനന്ദ, ദ വേൾഡ് ഓഫ് ആൻസെസ്റ്റേഴ്സ്. ആൻസെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ നമുക്ക് മുമ്പേ ജീവിച്ച് മരിച്ച് പിതൃലോകത്തിലിരിക്കുന്നവർക്കൊക്കെയാണ് ആൻസെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിതൃക്കൾ. ആൻസെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പിതൃക്കൾ. അപ്പം പിതൃലോകമെന്ന് തന്നെ ഒരു സെപ്പറേറ്റ് ലോകമുണ്ട്. ഇപ്പം നമ്മൾ കുറേ ലോകത്തിനെക്കുറിച്ച് പഠിച്ചു. സ്വാമി മുക്താനന്ദയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കുറേ ലോകത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടി. അതായത് നമ്മുടെ ഈ ഭൂലോകം, ഈ ഭൂലോകത്തിൻ്റെ ഇനിയൊരു പേര് മിത്രുലോകം. മിത്രുലോകം എന്ന് വെച്ചാൽ എന്തുവാ? മൃത്യുലോകം. മിത്രു അല്ല. മിത്രു എന്ന് വെച്ചാൽ ശത്രു, മിത്രു, ഫ്രണ്ട്സ്, അതല്ല. മൃത്യുലോകം. മൃത്യു എന്ന് വെച്ചാൽ മരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന സ്ഥലം, അതായത് ഈ ഭൂമി. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കണമല്ലോ. അപ്പോൾ അതാണ് മൃത്യുലോകം. അതേ സമയത്ത് ഇത് പിതൃലോകം. അല്ലാതെ തന്നെ സ്വാമി മുക്താനന്ദ നമ്മളെ പല ലോകങ്ങളിലും കൊണ്ടുപോയി കാണിച്ചു. ഈ വീഡിയോ മുഖാന്തരം, അദ്ദേഹത്തിൻ്റെ ബുക്ക് മുഖാന്തരം. ഏതൊക്കെയാ? തന്ത്രലോകം, ഇന്ദ്രലോകം, പിന്നെ സർപ്പലോകം, പിന്നെ ചന്ദ്രലോകം, അങ്ങനെ പല ലോകങ്ങളിൽ അദ്ദേഹം പോയി സഞ്ചരിച്ചിട്ട് വന്നു. അദ്ദേഹം പോയ സ്ഥലത്തൊക്കെ നമ്മളും സഞ്ചരിച്ചിട്ട് വന്നു മാനസികമായിട്ട്. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിതൃലോകം, നമ്മുടെ പിതൃക്കൾ താമസിക്കുന്ന ലോകം. ഇത് അദ്ദേഹം മുക്താനന്ദ പറയുന്നത്, പിതൃലോകം എന്ന് പറയുന്നത് സിദ്ധലോകത്തിനും ഹെവനും ഹെവൻ എന്ന് പറയുന്ന എന്തുവാ? എന്തോ എനിക്ക് പെട്ടെന്ന് ആ വാക്ക് വരുന്നില്ലല്ലോ. ഹെല്ലെന്ന് വെച്ചാൽ നരകം, ഹെവൻ എന്ന് വെച്ചാൽ ഹെവൻ, നിങ്ങൾക്കറിയാം. അപ്പം ആ സിദ്ധലോകത്തിനും ഹെവനും സ്വർഗലോകം. ഹെവൻ എന്ന് വെച്ചാൽ സ്വർഗലോകം. എന്തോ ഒരു കാര്യം. ഹെവൻ എന്ന് വെച്ചാൽ സ്വർഗലോകം, സ്വർഗഭൂമി. അപ്പം സ്വർഗത്തിനും സിദ്ധലോകത്തിനും ഇടയ്ക്കുള്ളതാണ് ഈ പിതൃലോകം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഭൂലോകത്തിൻ്റെ ഏറ്റവും അടുത്തുള്ളതാണ് സിദ്ധലോകം.
അപ്പോൾ സിദ്ധലോകത്ത് ഇദ്ദേഹം പോയതും സഞ്ചരിച്ചതും തലയിൽ ഗോൾഡൻ ലോട്ടസ് വന്ന് വീണതും ഒക്കെ നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായി. അപ്പം ഭൂമി, സിദ്ധലോകം, അതിന് പിന്നെ പിതൃലോകം, അതിന് പിന്നെയാണ് നമ്മുടെ ഇത് ഹെവൻ. അപ്പം ഈ പിതൃലോകത്ത് അദ്ദേഹം പോയപ്പം ഒരുപാട് പിതൃക്കളെ കാണാൻ പറ്റി. ഇതിൽ ഇദ്ദേഹത്തിന് ചില വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നു. അതായത് നേരത്തെ നാഗലോകത്തിലും ചന്ദ്രലോകത്തിലുമൊക്കെ പോയി, ഇന്ദ്രലോകത്തിൽ പോയി, അവിടെയൊക്കെ ആൾക്കാരെല്ലാവരും ഒരേപോലെ യങ്ങായിട്ടാണ് ഇരുന്നത്, യൗവന പരുവത്തിലാണ് ഇരുന്നത്. അവിടെ വയസ്സായവർ നരയ്ക്കുന്നത്, കൈയും കാലും തളരുന്നത്, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവിടെ എല്ലാവരും യങ്ങാന്ന് വെച്ചാൽ യൗവന പരുവത്തിലാണ്, നല്ല അഴകുള്ളവരാണ്, എല്ലാ സുഖസൗകര്യങ്ങളും നിറഞ്ഞതാണ്. മുഖത്താണെങ്കിൽ ഓരോരുത്തരുടെയും മുഖത്ത് ചൈതന്യമാണ്, ദേഹത്തുനിന്ന് അങ്ങനെ പ്രകാശം മിന്നുന്നതാണ്. അവിടെ ഈ അസുഖം വരുക, രോഗങ്ങൾ വരിക, സുഖമില്ലാതെ കിടക്കുക, അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല. അതുമാത്രമല്ല അവിടെ വയസ്സായവരും യങ്ങായിട്ടുള്ളവരും വയസ്സ് കുറഞ്ഞവരും അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും യങ്ങാണ്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അതുമാത്രമല്ല അവരെല്ലാവരും ജോയ്ഫുള്ളാന്ന് വെച്ചാൽ സന്തോഷം. അവിടെ സന്തോഷമല്ലാതെ ദുഃഖമൊന്നും ഒരു കാര്യം അവിടെ ഇല്ലവേ ഇല്ല. എപ്പോഴും എല്ലാവരും സന്തോഷമാണ്. അതുമാത്രമല്ല ആ ലോകത്തിൽ എല്ലാം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ളപ്പോൾ സന്തോഷത്തിന് കുറവെന്തുവാ? അങ്ങനെ സന്തോഷമായിട്ട് 24 മണിക്കൂറും 24/7 സന്തോഷമായിട്ടിരിക്കുമ്പം ദേഹം ആരോഗ്യമായിട്ടിരിക്കും, മനസ്സ് ആരോഗ്യമായിട്ടിരിക്കും. അപ്പോൾ അവരെല്ലാം യങ്ങായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ സീക്രട്ട്. പക്ഷേ ഇവിടെ ഈ പിതൃലോകത്ത് അങ്ങനല്ല. പിതൃലോകത്ത് നമ്മൾ ഈ ഭൂമി കാണുന്നില്ലയോ, അതുപോലെ പണമുള്ളവനുണ്ട്, പണമില്ലാത്തവനുണ്ട്, ഇടപ്പെട്ട രീതിയിൽ പണമുള്ളവനുണ്ട്, പിന്നെ എല്ലാ സൽസ്വഭാവങ്ങളും നിറഞ്ഞ ആൾക്കാരുണ്ട്, നല്ല സ്വഭാവങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇൻഈക്വാലിറ്റി എന്ന് പറയും. അതായത് എല്ലാം സമം എന്നുള്ളതല്ല, എല്ലാം ഒരുപോലെ നിറഞ്ഞ രീതിയല്ല നമ്മുടെ ഭൂമിയിൽ. അതേ റിഫ്ലക്ഷനാണ് പിതൃലോകത്തും. അവിടെയും എല്ലാം ഒരേ വയസ്സ്, ഒരേ പ്രായക്കാർ, എല്ലാവരും യങ്, എല്ലാവരും ജോയ്ഫുൾ, അങ്ങനെ ഒന്നുമല്ല. ഈ ലോകത്ത് കാണുന്ന എന്തൊക്കെയോ അതേപോലെ ആ ലോകത്തും ഉണ്ട്. ഓക്കെ. പിന്നെ പക്ഷേ പൊതുവേ നോക്കുമ്പം ഈ ഭൂലോകത്ത് ഉള്ളതിനെക്കാട്ടിലും ആൾക്കാർ അവിടെ ഹാപ്പിയാണ്, പിതൃലോകത്ത് കുറച്ചും കൂടെ ഹാപ്പിയാണ്. പിന്നെ ഇദ്ദേഹം കണ്ട ചില, അതായത് സ്വാമി മുക്താനന്ദ കൊച്ചുനാളിൽ കണ്ട വയസ്സായവരെല്ലാം ഇപ്പം ഇദ്ദേഹം പിതൃലോകത്ത് കാണുന്നുണ്ട്, പിതൃലോകത്ത് കണ്ടു. അപ്പം ഇദ്ദേഹം കൊച്ചായിരുന്നപ്പം വയസ്സായവരെല്ലാം മരിച്ച് ഇപ്പോഴും പിതൃലോകത്ത് പോയി ഇരിപ്പുണ്ട്. അവരെല്ലാം ഇദ്ദേഹത്തിന് കാണാൻ പറ്റി. പിന്നെ ഇതിൽ അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാൽ ഈ പിതൃലോകം എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള ലോകമാണ്. യുണീക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നിൻ്റെ കൂടെയും ഒത്തു പറയാനൊക്കത്തില്ല. എത്രയോ ലോകങ്ങൾ നമ്മൾ തന്നെ കണ്ടു ഇപ്പോൾ. അപ്പം പിതൃലോകം എന്ന് പറയുന്നത് സിദ്ധലോകത്തിൻ്റെ കൂട്ടാണ്, അല്ലെങ്കിൽ നാഗലോകത്ത് കൂട്ടാണ്, അല്ലെങ്കിൽ ചന്ദ്രലോകം പോലെയാണ്. അങ്ങനല്ല, ഒന്നിൻ്റെ കൂടെയും ഒത്തു പറയാൻ വയ്യാത്ത ഒരു പെക്യൂലിയർ ക്യാരക്ടർ ഉള്ളതാണ് ഈ പിതൃലോകം. അതിനെയാണ് അതിനെ യുണീക്ക് എന്ന് പറയുന്നത്. യുണീക്ക് എന്ന് വെച്ചാൽ വേറെ മറ്റ് ലോകങ്ങളിലൊന്നും കാണാൻ വയ്യാത്ത രീതിയിൽ ഈ ലോകം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്വാമി മുക്താനന്ദ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നമ്മൾ ഭൂമിയിലിരുന്നുകൊണ്ട് പിതൃക്കൾക്ക് എന്തൊക്കെ കൊടുക്കുന്നോ, ഓഫറിങ്സ് എന്തൊക്കെ കൊടുക്കുന്നോ അതെല്ലാം അവരെ പോയി ചേരുന്നുണ്ട്. ഏത് രീതിയിൽ? സട്ടിൽ ഫോം എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ അവരെ പോയി എത്തുന്നുണ്ട്.
നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അവരവിടെ കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് മനസ്സ് തൃപ്തിയായി അവർ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ അവരുടെ സന്നദ്ധികളാണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് നമ്മുടെ പിതൃക്കൾ കൊടുത്താൽ അത് അവരെ പോയി ചേരുന്നുണ്ട്, അത് അവർ കഴിക്കുന്നുണ്ട്. അത് കഴിച്ച് തൃപ്തിയായ ഉടനെ അവരുടെ സന്നദ്ധികളെല്ലാം ബ്ലെസ് ചെയ്യുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ മുക്താനന്ദ പറയുന്നത് അവർക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് നേരത്തെയും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പല ബുക്കുകളിൽ വായിക്കുമ്പോഴേ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അതിൽ ഇതുമുണ്ട്. ഇതിൽ ചിലരുണ്ട് ഈ പിതൃക്കൾക്ക് ഒന്നും കൊടുക്കണ്ട, അത് വേസ്റ്റാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് 4-5 ഗുരുക്കന്മാരുണ്ട്. അതിൽ ഒരു ഗുരു പറയും, നിങ്ങൾ പിതൃക്കൾക്ക് നിങ്ങൾ എന്തുവാ കൊടുക്കുന്നത്? നിങ്ങളെക്കാട്ടിലും ഹയർ വേൾഡാണ് അത്. സത്യം തന്നെയാണ്. നമ്മളെക്കാട്ടിലും ഈ ഭൂലോകത്തിനെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ള ലോകമാണ് ഈ പിതൃലോകം. അപ്പം അവർക്ക് നമുക്ക് എന്തെങ്കിലും തരാൻ പറ്റും. നമ്മളുടെ ലെവലിൽ ഇരുന്നുകൊണ്ട് ഹയർ വേൾഡിലുള്ളവർക്ക് നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പിതൃതർപ്പണം എന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി, വേസ്റ്റ് ഓഫ് മണി എന്ന് എൻ്റെ ഒരു ഗുരു പറയും. പക്ഷേ എനിക്ക് സ്വാമി മുക്താനന്ദ പറഞ്ഞതോടാണ് യോജിപ്പ്. അപ്പം എൻ്റെ ഗുരുവിൻ്റെ കൂടെ പോയി ആർഗ്യൂ ചെയ്യാനൊന്നും ഞാൻ പോകത്തില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരി. അദ്ദേഹം ഒരു സപ്പോർട്ട് പറയുന്നുണ്ട്, അതായത് അദ്ദേഹം പറയുന്നതിന് ഒരു സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ രീതി നോക്കുമ്പോൾ അദ്ദേഹം ശരിയാണ്. എന്തുവാ, പിതൃലോകം നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ള ലോകമായ കൊണ്ട്, പിതൃക്കൾ നമ്മളെക്കാട്ടിലും ഉയർന്ന നിലയിലുള്ള കൊണ്ട് നമ്മൾ താഴ്ന്ന നിലയിലിരുന്നുകൊണ്ട് ഉയർന്ന നിലയിലുള്ളവർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് ഇപ്പം ഒരു സാധാരണ ഒരാൾ, ഞാൻ പോയി മുകേഷ് അംബാനിയെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ അത് ആളുകൾ കേട്ടാൽ ചിരിക്കും. എന്നുവെച്ചാൽ സാധാരണ തലത്തിൽ ദിവസവും ഒരു 30,000 വരുമാനം വാങ്ങിക്കുന്നു, മാസം വരുമാനം വാങ്ങിക്കുന്നു, കഷ്ടിച്ചിങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്ന ഒരു കുടുംബത്തിൽ ഉള്ളവൻ മുകേഷ് അംബാനിക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അദാനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തോ സഹായം ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഗുരുവിൻ്റെ വാദം. പക്ഷേ ഒട്ടുമൊത്ത ആൾക്കാരും സദ്ഗുരു സഹിതം, എൻ്റെ യോഗീസ് രാജ സഹിത, അദ്ദേഹം ഒരു ഗുരുവാണല്ലോ, എൻ്റെ യോഗീസ് രാജ ആണെങ്കിലും ശരി, സദ്ഗുരു ആണെങ്കിലും ശരി, അവരെല്ലാവരും ഈ ആൻസസ്റ്റേഴ്സിന്, നമ്മുടെ പിതൃക്കൾക്ക് എന്തെങ്കിലും തർപ്പണം കൊടുക്കണം എന്നുള്ള കൂട്ടത്തിലാണ്. ഞാനും അതിൽ വിശ്വസിക്കുന്നു. അതിന് സദ്ഗുരു പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അദ്ദേഹമാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നത്. അതായത് ഈ അമാവാസ്യക്കാണ് നമ്മൾ തർപ്പണം കൊടുക്കുന്നത്. ഈ അമാവാസ്യക്ക് മാത്രം തർപ്പണം കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി എല്ലാ ദിവസവും ഈ പിതൃലോകത്തുള്ളവർ എന്ത് കഴിക്കുമെന്ന് വെച്ചാൽ, അവർ ചന്ദ്രൻ്റെ കിരണങ്ങൾ, ചന്ദ്രൻ്റെ ലൈറ്റ് റേസ് ഉണ്ടല്ലോ, ചന്ദ്രനിൽ നിന്ന് വരുന്ന വെളിച്ചം, അതിനെ അവർ ഫുഡായിട്ട് കഴിക്കും. അങ്ങനെയാണ് അവർ പിതൃലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചന്ദ്രൻ്റെ രശ്മികളിൽ നിന്ന് വരുന്ന ശക്തിയെയാണ് ഇവർ ഫുഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് അമാവാസ്യക്ക് എന്താകും? അമാവാസ്യയുടെ അന്ന് ചന്ദ്രൻ്റെ കിരണങ്ങൾ അവർക്ക് പോയി എത്തുന്നില്ല. അപ്പം അന്ന് ഒരു ദിവസം അവർക്ക് ഫുഡില്ല. അതുകൊണ്ടാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിലൊക്കെ അതിൽ ഋഷികളും മഹാന്കളും ഒക്കെ എഴുതി വച്ചിരുന്നത്, നിങ്ങൾ അമാവാസ്യയുടെ അന്ന്
പിതൃതർപ്പണം ചെയ്യണം എന്ന്. അപ്പോൾ അതിൽ ലോജിക്കുണ്ടോ? ഉണ്ട്. അമാവാസയുടെ അന്ന് പിതൃലോകത്തിലുള്ള പിതൃക്കൾക്ക് ഫുഡില്ല. എന്താ വെച്ചാൽ അന്ന് അവർക്ക് കർത്തവാവായ കൊണ്ട് അവർക്കും ഒന്നും കിട്ടുന്നില്ല, ഫുഡ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് കൊടുക്കുക. ഇവിടുന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ അതും എന്തുവാ, കേരളത്തിലുള്ളവർക്ക് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും എന്തുവാ കർക്കിടക വാവിന് പോന്നു. അല്ലാതെ എല്ലാ മാസവും കറുത്തവാവിന് നമ്മൾ പിണ്ടം വയ്ക്കുന്നു, ഇല്ലയോ? ഒന്നുമില്ലെങ്കിലും ഒരു പിടി ചോറും എള്ളും ഇട്ട് പിണ്ടം വയ്ക്കുന്നു. അത് അവർ കഴിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം, നമ്മുടെ വിശ്വാസം. അത് അപ്പം എന്തൊക്കെയോ നമ്മളുടെ മഹാന്കളും ഋഷികളും മുനികളും എഴുതി വെച്ചു. അവർ എന്തിനാ അമാവാസയുടെ അന്ന് തിരഞ്ഞെടുത്തേ ഈ പിണ്ടം വയ്ക്കാൻ? അത് എന്താ പൗർണമിക്ക് പിണ്ടം വയ്ക്കാത്തേ? അപ്പം സദ്ഗുരു പറയുന്ന സയൻറ്റിഫിക് എക്സ്പ്ലനേഷന് ഇത് പൊരുന്തുന്നു. അതായത് അമാവാസയ്ക്ക് മാത്രം അവർക്ക് ചന്ദ്രൻ്റെ കിരണങ്ങളിൽ നിന്ന് വരുന്ന ശക്തി കിട്ടുന്നില്ല, എനർജി അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അന്ന് അവർ പട്ടിണിയാണ്. അതുകൊണ്ട് നമ്മളിവിടുന്ന് പിതൃതർപ്പണം ചെയ്താൽ അത് അവർ സ്വീകരിക്കും. അപ്പോൾ അതിനു വേണ്ടി അവർ കാത്തിരിക്കും. ഇപ്പം വേറെ ഒന്നുമല്ല, തമിഴ്നാട്ടിലും ഇല്ല, എല്ലാ ഇന്ത്യയിലെ ഒട്ടുമൊത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. കാശിയിൽ പോകുന്നു, രാമേശ്വരത്ത് പോകുന്നു, ഇവിടെ നമ്മുടെ പല പല ആലുവയിൽ, കടപ്പുറത്ത്, ഇവിടെ പരശുരാമ ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തൊക്കെ പോയി നോക്കണം. 10 ദിവസം മുമ്പേ ബുക്കിംഗ് ക്ലോസ്ഡ് ആണ്. ഞാനും എത്രയോ വർഷം പോയി ഇട്ടു കർക്കിടക വാവിന്. അപ്പം ഞാനും എൻ്റെ പോറ്റിയമ്മാവനും കൂടെയാണ് പോയി ഇടുന്നത്. അപ്പം 4-5 ദിവസത്തിന് മുമ്പേ നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ച് വയ്ക്കും, പോയി ലൈനിൽ നിൽക്കും, വെറും വയറോടെ പോകണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പോയാൽ വെയിൽ നിൽക്കാൻ വയ്യ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ലൈനിൽ നിന്ന് അവരും വളരെ എഫിഷ്യൻ്റായിട്ടാണ് ആ സിസ്റ്റമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. 10-20 പേരെ ഒരു ഹാളിൽ ഇരുത്തി എല്ലാം ചെയ്യും. അവർ പറയുന്ന പോലെ നമ്മളും പറയണം, അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുക. അതിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ പോറ്റിയമ്മാവൻ പറഞ്ഞു, വത്സലേ ഞാൻ ഇനി വരുന്നില്ല, എനിക്ക് വെയിലത്ത് നിൽക്കാൻ വയ്യ. പോറ്റിയമ്മാവൻ അപ്പോഴേ 75-80 വയസ്സായി. ഞാനിനി ഇതിന് വരുന്നില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമേ ഇല്ല അമ്മാവൻ വീട്ടിൽ ഇരുന്നോണം. പിന്നെ അമ്മാവൻ വരാത്തതുകൊണ്ട് ഞാനും പതുക്കെ മാറ്റി വീട്ടിലങ്ങ് ഇടാൻ തുടങ്ങി. വീട്ടിൽ ഇടും, എല്ലാ അമാവാസയ്ക്കും ഞാൻ വീട്ടിലിടും രാവിലെ. അപ്പം എനിക്കതിൽ വിശ്വാസമുണ്ട്. അപ്പം മുക്താനന്ദയും പറയുന്നത് നിങ്ങൾ പിണ്ടം വയ്ക്കണം, അമാവാസയ്ക്ക് പിണ്ടം വയ്ക്കണം, അതവർ കഴിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ അമ്മ വഴി വന്ന് അച്ഛൻ വഴി വന്ന് അജ്ഞാത പിതൃക്കൾക്കെല്ലാം വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് വയ്ക്കുമ്പം അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും മന്ത്രം ചൊല്ലാൻ പറ്റുമെങ്കിൽ അതും ചൊല്ലുവാங்க. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് മന്ത്രത്തിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂടെയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ പിണ്ടം വയ്ക്കുമ്പം കാക്ക വന്ന് കഴിക്കുന്നു. അപ്പോൾ കാക്ക വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, അതിന് പിന്നെ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാക്ക എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾ കാക്കയുടെ രൂപത്തിൽ വന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം. അതാണ് അതിൻ്റെ ഐതിഹ്യം. ഓക്കെ. അപ്പം എല്ലാ മാസവും ഞാനിടും. ഞാൻ കർക്കിടകത്തിന് വേണ്ടി കാത്തിരിക്കത്തില്ല, എല്ലാ മാസവും ഇത് സ്പെഷ്യലായിട്ട് നോക്കി വെച്ച് ഞാനിടും. അപ്പം ഇപ്പം ഇത് മുക്താനന്ദ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം അമേരിക്കയിൽ നിൻ്റെ ഫ്രണ്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മോന് അമേരിക്കയിലുണ്ട്, അല്ലെങ്കിൽ ജപ്പാനിലുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയോ ഉണ്ട്. അവൻ പൈസ അയക്കുന്നു, വേൾഡ് ബാങ്ക് മുഖാന്തരം പൈസ അയക്കുന്നു. അവിടുന്ന് അവൻ പൈസ അയച്ചാൽ ഇവിടെ നമ്മുടെ പൈസ എത്തുന്നോ ഇല്ലയോ? ഏത് ലൈനിൽ കൂടെ ഏത് ട്യൂബിൽ കൂടെ പൈസ വരുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല. മണി അവിടുന്ന് ട്രാൻസ്ഫർ ആകുന്നു, ഇവിടെ മണി ഡെപ്പോസിറ്റ് ആകുന്നു. അതുപോലെയാണ് നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുന്ന തർപ്പണം. അപ്പം നമ്മളിവിടെ കൊടുക്കുക പച്ചരിച്ചോറും എള്ളും കുറച്ച് നീരും കൊടുത്താൽ അത് മതി. അത് 2 മന്ത്രവും പറഞ്ഞ്, ഒന്നുമില്ലെങ്കിൽ ഒരു മന്ത്രവും അറിയണ്ട. എൻ്റെ പിതൃലോകത്തിലുള്ള അമ്മയച്ഛനും മരിച്ചുപോയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും, അല്ലെ എൻ്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഇന്നാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പം അവരെല്ലാം ആ ഫുഡ് കഴിക്കും.
അവർക്ക് തൃപ്തിയാണ് അന്ന്. അപ്പോൾ അവർ നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ അവർ കുറച്ചും കൂടുതലായിട്ട് നോക്കും. അന്ന് വീട്ടിൻ്റെ മുമ്പിൽ അവർ തമിഴ്നാട്ടിലെ എല്ലാ ദിവസവും മുറ്റം തൂത്ത് വെള്ളം തെളിച്ച് കോലം ഇടും. അന്ന് കോലം ഇടരുത്. എന്താണെന്ന് വെച്ചാൽ പിതൃക്കൾ വരുമ്പം അതായത് അവർക്ക് വേണ്ടി അവർ മരിച്ച കൊണ്ട് നമുക്കും ദുഃഖമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഈ കോലമൊക്കെ ഇടുന്നത് എങ്ങനെ, ഈ പൊങ്കലിന് ദീപാവലിക്കൊക്കെ ഈ രംഗോലി അല്ലാതെ ഈ പച്ചരിമാവിൽ കോലം ഇടുന്നത് അതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ്. അതുകൊണ്ട് ആ ഹാപ്പിയാന്ന് നമ്മളെ അറിയിക്കണ്ട. അവർ പോയതിൻ്റെ ദുഃഖം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി, ഹാപ്പിയാന്ന് അറിയിച്ചില്ലെങ്കിലും അവർ മരിച്ചതിൻ്റെ ദുഃഖം നമുക്കുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അമാവാസയ്ക്ക് മുറ്റം തെളിക്കും, മുറ്റം തൂക്കും, തെളിക്കും, പക്ഷേ കോലമിടത്തില്ല. ഓക്കെ. പിന്നെ അന്ന് തലയിൽ എണ്ണ വെച്ച് കുളിക്കത്തില്ല. ദീപാവലിക്ക് തലയിൽ നല്ലെണ്ണ വെച്ച് കുളിക്കും. ഗംഗാസ്നാനമായോ ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിച്ച് തലയിൽ നല്ലെണ്ണ വെച്ച് കുളിച്ച് സ്നാനം എന്നാണ് പറയുന്നത്. അതേസമയത്ത് അമാവാസ്യയ്ക്ക് തലയിൽ എണ്ണ വയ്ക്കാതെയാണ് കുളിക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. എനിക്കതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളടുത്തും പറയുന്നത് ഇങ്ങനത്തെ ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലയോ, ഈ വാദവിവാദങ്ങൾക്ക് പോകരുത്. ഒന്നുമില്ലെങ്കിലും ഒരു അടുക്കും ചിട്ടയുള്ള ജീവിതം നമ്മൾ ജീവിക്കാൻ ഇതും നമ്മളെ സഹായിക്കും. അമാവാസ എന്നാന്ന് നോക്കും, അന്ന് രാവിലെ തർപ്പണം ചെയ്യും. ഓക്കെ. അപ്പം ഇദ്ദേഹം പിന്നെ ഞാൻ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി, വേറൊരു ആശ്രമത്തിൽ പോയി, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ. അദ്ദേഹം ഇങ്ങനെ രാവിലെ 4 മണിക്ക് ഞങ്ങളെല്ലാം കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അന്ന് ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരെയായിട്ട് അദ്ദേഹം വിളിച്ചു വരുത്തി മുൻവശത്തിരുത്തി പിതൃദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് നോക്കാൻ പറ്റും പോലും. അങ്ങനെ നോക്കി പറഞ്ഞു. ഒരുപാട് പേർക്ക് പിതൃദോഷമുണ്ട്, മാറിയിരിക്കേ, നിങ്ങൾക്ക് വേറെ പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പം എൻ്റെ ടേൺ വന്നു. ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു ദോഷവും ഇല്ല, പിതൃദോഷമേ ഇല്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അപ്പം ഞാൻ എല്ലാ അമാവാസ്യയ്ക്കും ഞാൻ ചെയ്യുന്നത് എൻ്റെ ആൻസസ്റ്റേഴ്സ്, എൻ്റെ പിതൃക്കൾ ഏൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അതുകൊണ്ട് ഇതുവരെ ചെയ്യാത്തവരും ഇനിയെങ്കിലും അത് ചെയ്യണം. ഓക്കെ. ആരായിരുന്നാലും ശരി, നമുക്കറിയുന്നവർ മരിച്ചുപോയ നമുക്കറിയാവുന്ന ആൾക്കാർക്ക് ചെയ്യണം. അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ പിതൃലോകത്ത് പോയതെങ്ങനെ, ബ്ലൂ സ്റ്റാർ വഴിയാണ് പോയത്. അപ്പം ഇതൊന്നും മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. റെഡ് ഓറ, വൈറ്റ് ലൈറ്റ്, ബ്ലാക്ക് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, പിന്നെ ബ്ലൂ പേള്, ഇത് 5ഉം ഒരു കാറ്റഗറി. സഹസ്രാരത്തിൽ നിന്ന് വരുന്നതാണ്, ആകാശത്തു നിന്ന് വരുന്നതാണ് ബ്ലൂ സ്റ്റാർ. ബ്ലൂ സ്റ്റാർ അനങ്ങത്തില്ല. ബ്ലൂ സ്റ്റാർ എല്ലാ മനുഷ്യരുടെ തലയിലും ഉണ്ട്, സഹസ്രാരത്തിലാണ് അതിൻ്റെ ഇരിപ്പ്. അപ്പം ഈ ബ്ലൂ സ്റ്റാർ വഴിയാണ് നമ്മുടെ സ്വാമി മുക്താനന്ദ പിതൃലോകത്ത് പോയത്. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ പിതൃലോകത്ത് എൻ്റെ പിതൃക്കളെയെല്ലാം കണ്ണുകൊണ്ട് കണ്ടു. മെഡിറ്റേഷനിൽ മനക്കണ്ണ്, അഹക്കണ്ണ്, 3ാം കണ്ണുകൊണ്ട് കണ്ടു. അതുകൊണ്ട് ഇത് സത്യമാണ്. അപ്പം പിതൃലോകത്ത് ആൾക്കാരുണ്ട്, നമ്മളെ പിതൃക്കളൊക്കെ അവിടെ ഇരിക്കുന്നേ എന്നുള്ളത്. പിന്നെ ഇതിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള പോയിൻറ്റ്സുമാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് മുക്താനന്ദ എഴുതിയതല്ല, ഞാനായിട്ട് പറയുക. അതായത് നമ്മൾ മരിച്ച പിന്നീട് നമ്മൾ കുറച്ച് നാൾ പിതൃലോകത്ത് പോയിരിക്കും. അവിടെ കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട്, ആ കർമ്മം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് പഠിക്കേണ്ട പാഠങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇപ്പം ഈ അടുത്ത ജന്മത്തിന് വേണ്ടി തിരിച്ച് ഈ ഭൂലോകത്ത് വരാൻ വേണ്ടി ഒരുപാട് ആത്മാക്കൾ ക്യൂവിൽ നിൽക്കുവാന്ന്, ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ ചെയ്തു കൂട്ടിയ നെഗറ്റീവ് കർമാസിനെ കഴിക്കണമെങ്കിൽ
അവരുടെ ഈ സഞ്ചിത കർമ്മയിലുള്ള നെഗറ്റീവ് കർമാസിനെ കഴിക്കണമെങ്കിൽ ഈ ഭൂലോകത്ത് വന്നേ പറ്റൂ. അപ്പം ഈ തിരിച്ചും അവർ നമ്മൾ ഭൂലോകത്ത് വന്ന് ഈ ലോകത്ത് വന്ന് മനുഷ്യ ജന്മം എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മം എടുത്ത് നമ്മളുടെ കർമാവിനെ കഴിക്കണം. നമ്മുടെ കർമ്മ നില്ലാകുന്നവരെ, സീറോ ആകുന്നവരെ നമുക്ക് വീണ്ടും 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 ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവരുടെ കർമ്മങ്ങളെ കഴിക്കാൻ വേണ്ടി തിരിച്ച് ഈ ഭൂലോകത്ത് വന്ന് ജനിക്കാൻ വേണ്ടിയും ഒരു വലിയ ക്യൂ തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, തമിഴിലൊരു ചൊല്ലുണ്ട്, അരിത് അരിത് മാനുടരായി പിറപ്പതരിത്. അതായത് മനുഷ്യ ജന്മം എടുക്കുന്നതേ വളരെ നല്ല കാര്യമാണ്. പിന്നെ നമുക്കിങ്ങനെ ഒരു ദേഹം കിട്ടിയതേ നല്ല കാര്യമാണ്. കായമേ ഇത് പൊയ്യടാ കാറ്റടയ്ത്ത പയ്യടാ എന്നൊക്കെ അവർ ആദ്യം പറഞ്ഞു. അത് വെറുതെ, അതായത് ഇതിനകത്തൊന്നുമില്ല, ഇത് വെറും കാറ്റടച്ച പയ്യാണ്, ഇത് മരിക്കാനുള്ളതാണ്. ഈ ദേഹം എന്ന് പറയുന്നത് മരിക്കും, പക്ഷേ നമ്മുടെ ആത്മാവ് മരിക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ അവർ പറഞ്ഞത്. സോ 2 കാര്യത്തിന് നമ്മൾ ഈ ജന്മത്ത് ഈ നിമിഷം നമ്മൾ അറിയണമെന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്ത കാര്യം പുതിയതായിട്ട് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. എന്നാലും നമുക്കറിയാം, എന്നാലും പക്ഷേ അതിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്ത് 2 കാര്യം? മനുഷ്യജന്മം എടുത്തത് തന്നെ ഒരു പുണ്യ കാര്യമാണ്. എന്താ വെച്ചാൽ ഈ മനുഷ്യദേഹത്തിലിരുന്നുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയാൻ, സെൽഫ് റിയലൈസേഷൻ. രണ്ടാമത്, ഈ സെൽഫ് റിയലൈസേഷന് നമ്മളുടെ ഈ ദേഹം വേണം. അപ്പം ദേഹത്തിനെ നമുക്ക് ഇത് മരിക്കാൻ പോകുന്ന ദേഹമല്ലയോ, ചീഞ്ഞു പോകുമല്ലോ, എന്നാൽ പോട്ടെ അതിനെ ശ്രദ്ധിക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കരുത്. എന്താ വെച്ചാൽ ഈ ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മാവിനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ ദേഹത്തിനെയും ചുറ്റിയും പറ്റിയുമാണ് മനസ്സുള്ളത്, മനസ്സിനെയും ചുറ്റിയും പറ്റിയുമാണ് നമ്മുടെ എനർജി ബോഡി ഉള്ളത്, ആസ്ട്രൽ ബോഡി ഉള്ളത്. അപ്പം ഇതിൻ്റെ സഹായത്തോടു കൂടി വേണം നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിൽ ലയിക്കാൻ വയ്ക്കണം. ഈ ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുണ്ടലിനി ശക്തി ഉണർത്താൻ പറ്റത്തുള്ളൂ, ചക്രാസ് വഴിയാ പോകാൻ പറ്റത്തുള്ളൂ, സഹസ്രാരത്തിലുള്ള ശിവൻ്റെ കൂടെ ചേരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുക്തി കിട്ടാൻ പറ്റത്തുള്ളൂ. സോ മുക്തി വേണമെങ്കിൽ മനുഷ്യജന്മം വേണം, ദേഹം വേണം. ഇത് 2നും നമ്മൾ എന്നും ഇത് 2നും വളരെ പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. ഓക്കെ. സോ ഈ ചാപ്റ്റർ കുറച്ച് വലുതാണ്, ഇതിൽ 2 കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കഥകളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. അപ്പം കഥകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വരുമ്പം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി, ഈ ചാപ്റ്ററിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. സോ പിതൃലോകം, പിതൃക്കളിനെ ആരാധിക്കുന്ന എങ്ങനെ, പിതൃക്കളിനെ എന്തിനെ ആരാധിക്കണം, അവരെ എങ്ങനെ തൊഴണം, അവർക്ക് എങ്ങനെ പിണ്ടം വയ്ക്കണം എന്നൊക്കെ നമ്മളും അറിഞ്ഞ് ഇന്നോട്ടെങ്കിലും മനസ്സിലാക്കി ഈ വെറുതെ ചർച്ചയ്ക്ക് പോകരുത്. നീ പോയി കണ്ടിട്ടുണ്ടോ പിതൃലോകം, അവർ കണ്ടിട്ടുണ്ടോ, ഇവർ കണ്ടിട്ടുണ്ടോ, നമ്മളെന്തിനാണ് ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊന്നും ഒരു ചർച്ചയ്ക്കും പോകരുത്. എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഒരു മാസത്തിലൊരിക്കൽ ഒരു ചെറിയ പച്ചരിച്ചോറും എള്ളും വെള്ളവും തുളസിയും ഇട്ട് വയ്ക്കുന്നതിൽ എന്ത് നഷ്ടം വരാൻ പോകുന്നു? അത് നഷ്ടത്തിനല്ല, ലാഭമേ ഉള്ളൂ. ലാഭമെന്ന് വെച്ചാൽ നന്മയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതിനെ പാലിക്കണമെന്നുള്ളതാണ് എൻ്റെയും അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.